പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ബൈബിൾ പഠനം തുടരുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം എത്തി നിൽക്കുന്നത് സോളമൻ്റെ ദേവാലയ നിർമ്മിതിയിലാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ് ദേവാലയ നിർമ്മാണം എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ജീവിതം തുടർച്ചയായിട്ട് ദേവാലയ കേന്ദ്രീകൃതമായി. പ്രത്യേകിച്ച് ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം സർവ്വതും ദേവാലയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇടയായി. പക്ഷേ ആരംഭത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അതായത് പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരെ ആധ്യാത്മിക ഏതെങ്കിലും ഒരു സ്ഥലത്തോടോ വസ്തുവിനോടോ ബന്ധപ്പെടുത്തി അവർ കണ്ടിരുന്നില്ല. അതാണ് സത്യം. അതായത് പ്രത്യക്ഷനായ ആ ദൈവത്തിലുള്ള, ഹൃദയത്തിൽ പ്രത്യക്ഷനായ ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധവും അതിൻ്റെ പ്രതികരണവുമായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേകം ഒരു സ്ഥലം അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. അതേസമയത്ത് ദൈവാനുഭവം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ പിതാക്കന്മാർ ബലിപീഠം നിർമ്മിക്കുകയും ആ ബലിപീഠത്തിൻ്റെ ചുറ്റുപാടും അവർ നാടോടികളായിരുന്നില്ല, കാലഘട്ടം ജീവിച്ചിരുന്നപ്പോഴൊക്കെ അവിടെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിന് ദേവാലയ നിർമ്മിതിയുടെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ദേവാലയത്തിൽ കയറ്റി നിൽക്കുന്നത് എന്ന്. അപ്പോൾ ദേവാലയം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഹൃദയബന്ധമായിരുന്നു പ്രധാനപ്പെട്ട. നമുക്ക് നഷ്ടപ്പെട്ടത് അതാണ്. നമുക്കിന്ന് വലിയ വമ്പൻ ഗോപുരങ്ങളുള്ള ദേവാലയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രൗഢിയിലും അതിൻ്റെ വലിയ മഹത്വത്തിലും നമ്മൾ മറിമറന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ദേവാലയം എന്നുള്ള കാര്യം വിട്ടുപോയി. എന്നിട്ട് നാം സംഭവിക്കുന്നത്, അപ്പം നമ്മളതിൻ്റെ പ്രൗഢിയുടെ ആവിഷ്കാരമായി ദേവാലയത്തെ കാണാൻ ഇടയായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എന്നതിന് വാസ്തവത്തിൽ ഇന്നത്തെ അനുഭവം അതൊക്കെ തന്നെയാണ്. ആരംഭത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കർത്താവ് ജനത്തിൻ്റെ നിലവിളി കേട്ടു നാം പറയും. ദൈവം നിലവിളി കേൾക്കുന്നവനായിരുന്നു. ഈജിപ്തിൽ വെച്ച അബ്രഹാമിൻ്റെ മക്കൾ പീഡിപ്പിക്കപ്പെട്ടു. അപ്പം നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആവിഷ്കരിക്കുക. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് അവിടെ ദൈവമുണ്ട് എന്നുള്ള മട്ടിൽ ഉള്ള ആരാധനയായിരുന്നില്ല. അതവിടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടതാണ്. തങ്ങളുടെ വേദനകളുടെ നിലവിളികളുടെ മറുപടിയായി ദൈവം പ്രതികരിക്കുന്നു എന്ന അനുഭവം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. സമീപസ്ഥനായിരുന്നു ദൈവം. നമുക്കിന്ന് വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട കാര്യം അതല്ലേ. നമ്മൾ എന്നൊരു ആവർത്തിച്ച് ഊന്നിൽ പറയുന്നത് തന്നെയാണ്. സമീപസ്ഥനായ ദൈവത്തെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുകയും ആ സാമീപ്യം കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ഒരു വിശ്വാസിയായിട്ട് തീരുക. അപ്പം നമ്മോട് തന്നെ ചോദിക്കണം, ഇഫ് ഗോഡ് ഈസ് ക്ലോസ് ആൻഡ് നിയർ ടു മീ, ഈശോ ആഗ്രഹിക്കുന്നതാ നമ്മോട് കൂടെ ആയിരിക്കാനാണല്ലോ. അതുകൊണ്ടാണല്ലോ വചനമാംസമായി നമ്മുടെ കൂടെ വസിച്ചു എന്ന് പറയുന്നു. അപ്പം സമീപസ്ഥ ഒരനുഭവം പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അത് പിന്നീട് സാവധാനം പോയിട്ട് നാം കാണുന്നത് ആ സമീപസ്ഥനായ ദൈവം അവരെ ഒരു കൂട്ടായ്മയായിട്ട് നയിക്കുന്നതാണ്. അവിടെയും ദേവാലയമൊന്നുമില്ല. ഇവരെ കൊണ്ടുപോയിട്ട് നമുക്കറിയാം ഹോറബ് മലയുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 19-ാം അധ്യായത്തിൽ വരുമ്പം കാണാൻ സാധിക്കും. ജനം ഹോറബ് മലയുടെ അടിവാരത്തിൽ പോയി നിന്നിട്ട് ഈ ബന്ധം അതിൻ്റെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി മോശ മലമുകളിലേക്ക് കയറിപ്പോകുന്നതും അവിടെ മാനിഫെസ്റ്റേഷൻ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകുന്നതും പ്രമാണങ്ങൾ 10 കൽപ്പനകൾ നൽകി തിരിച്ചു വരുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്. അപ്പം അവിടെ ആ സീനായി മല എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകാത്മകത അവിടെ കാണും. അല്ല, ആ മല ഇന്നും മലയായിട്ട് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരുടെ ചിന്തയിൽ ഹോറബ് മല അതൊരു വലിയ ഒരു പ്രതീകാത്മകമായിട്ട് നിൽക്കുന്നുണ്ട്. ഏലിയ പ്രവാചകനൊക്കെ ഓടുന്നത് അങ്ങോട്ടാണ്. പിന്നീട് നാം കാണുന്നു അവർക്ക് പ്രത്യേകിച്ച് ഒരു പേടകം, അങ്ങനെ ഒരു പ്രത്യേകമായ പ്രതിഭാസം ഉണ്ടാകുന്നു. അതിന് മുമ്പ് അതില്ല. എന്താ പേടകം എന്ന് പറയുന്നത്? ദൈവം പ്രത്യക്ഷനായി അവരോട് സംസാരിച്ചു, ജീവിത പ്രമാണങ്ങൾ നൽകി. ആ പ്രമാണങ്ങളാണ് 10 കൽപ്പനകൾ. ആ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പേടകം, അത് അവർക്ക് കൂടെ കൊണ്ടു നടക്കാനുള്ളതായിരുന്നു. അവിടെ 10 പ്രമാണങ്ങൾ മാപ്പില്ലാത്തതുകൊണ്ട്
അവിടെ സ്ഥിരമായ ദേവാലയമില്ല, ദേവാലയത്തിന് തന്നെ പ്രാഗ്രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കൊണ്ടു നടക്കലൊന്നുമല്ല. അവിടെയും നമ്മൾ കാണുന്ന ഒരു സംഗതി, അതായത് അവർക്ക് അവിടെ കൂടെ ഉണ്ട് ദൈവം എന്നുള്ളൊരു ഫീലിങ് അവർക്ക് നൽകുന്നതായിരുന്നു പേടക സാന്നിധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വഹിച്ചുകൊണ്ട് പോവുക, അതായത് ജനത്തിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ കൂടാരത്തിൻ്റെ നടുവിലും ഈ പേടകം അവർ സമ്മഹിച്ചിരുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതിനകത്തുള്ള ആ സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയാണ്? അതായത് നമ്മൾ ബലവത്താക്കുന്ന, കരുത്താർജിക്കുന്ന, വഴി നടത്തുന്ന, നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ദൈവ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ട. ആ പേടകം അതിൽ തന്നെ ഒന്നുമല്ല. പേടകം പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമുക്കറിയാം. ഇടയ്ക്ക് വെച്ച് ഫെലിസ്ത്യർ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, പിന്നീട് അത് തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വാസ്തവത്തിൽ പേടകം എവിടെ അവസാനിച്ചെന്ന വലിയ എത്തുംപിടിയൊന്നുമില്ല. യെരമ്യായുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബാബിലോണിലെ അറ്റാക്കിലൂടെയാണ് പിന്നീട് ദേവാലയം നശിച്ചപ്പോൾ നശിച്ചു പോയി എന്ന് വേണം മനസ്സിലാക്കാനായി. എന്തായാലും അവർ ദേവാലയ ആ പേടകം പിന്നീട് ഒരു താമസമൊക്കെ ഒരുമാതിരി ആ വാഗബോണ്ട് നിലയിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അവർ പ്രതിഷ്ഠിച്ചു. ചില സ്ഥലങ്ങളിൽ മാറി പല സ്ഥലത്ത് അവർ തെറ്റിച്ചല്ല, ഒരിടത്തൊന്നും ആയിരുന്നില്ല. ഒന്ന് ഷീലോയാണ്, നമുക്കറിയാം. ആ ഷീലോയുടെ അനുഭവം നമുക്കറിയാമല്ലോ. ഷീലോയിലേക്ക് എൽക്കാനായും ഹന്നായും പെനീനായും തീർത്ഥാടനം നടത്തിയിരുന്നതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനായിരുന്നു ഏലി പുരോഹിതൻ. അവിടെ ഹന്നായുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭ്യമായതാണ് സാമുവേൽ, ഞാൻ ചോദിച്ചു വാങ്ങി എന്ന അർത്ഥമുള്ള പേര് സമ്മതിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകനും ന്യായാധിപനുമായിരുന്ന ഇസ്രായേലിൻ്റെ സാമുവേൽ. ഇപ്പം ഷീലോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, നമുക്കറിയാം. ഷീലോ ഒക്കെ പിന്നീട് നശിച്ചു പോകാനിടയായി പിന്നുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞപ്പം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല പട്ടണങ്ങളിലാണ് ഈ പേടകം മാറ്റി വച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, അങ്ങോട്ടൊക്കെ തീർത്ഥാടനം ചെയ്യുകയും അപ്പം കൂടാരത്തിൽ പേടകം വസിക്കുകയും അപ്പോൾ അവരെ ഒത്തു യാത്ര ചെയ്യുന്ന ഒന്നായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ ദൈവം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് ഒരു ഡൈനാമിക് റിയാലിറ്റി പേഴ്സണാണ് ഇസ്രായേലിൻ്റെ ദൈവം. ചലനാത്മകത്വമുള്ള വ്യക്തിയാണ്. അത് നമുക്ക് വളരെ കറക്റ്റായിട്ട് അറിയാവുന്ന സംഗതിയാണ്. ആ ചലനാത്മകത്വം ഇവരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഉള്ള ആ ദൈവം തന്നെയാണ്. അത് പിന്നീട് ഭാവി ദേവാലയമായി കഴിയുമ്പോഴത്തേക്കും ദേവാലയത്തിൽ ഉള്ളറകളിലേക്ക് വലിയാനായിട്ടിടയായി. അത് നിഷേധാത്മകമായിരുന്നു. അവരുടെ ഉള്ളിലുണ്ടായ ദൈവം അത് ദേവാലയത്തിനുള്ളിൻ്റെ ഉള്ളറകളിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ ഹൃദയങ്ങൾ ശൂന്യമാകാനിടയാവുകയും അത് വിശ്വാസത്തെ കണ്ണമാനം നെഗറ്റീവായിട്ട് ബാധിക്കുക. ഇന്ന് നമുക്ക് സംഭവിക്കുന്ന പോലെ തന്നെ നമ്മൾ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നമ്മുടെ, പക്ഷെ ദേവാലയം അവിടെ ഒരു ഉപാധി മാത്രമാണ്. യഥാർത്ഥ ദേവാലയം ഈശോ മിശിഹ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലാണ് ഈശോ വസിക്കേണ്ടത്. അതിനുള്ള പ്രതീകാത്മകതയാണ് ദേവാലയത്തിനുള്ളത്. അതറിയാതെ ദേവാലയമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് കരുതിയാൽ നമുക്ക് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവർക്ക് സംഭവിച്ചു. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവാലയത്തിൽ തന്നെ അവർ പറഞ്ഞ പിന്നീട് ദാവീദ് രാജാവിൻ്റെ രാജകൊട്ടാരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടാരത്തിൽ തന്നെ ഈ പേടകം പിന്നെ അവർ പേടകം തന്നെ വലിയൊരു കൂടാരമാക്കി മാറ്റുകയും അപ്പോൾ ഒരു കൊട്ടാരങ്ങൾക്ക് സംശയം, നമുക്കറിയാം സോളമൻ്റെ ഘട്ടങ്ങൾ ദേവാലയം വന്നതിന് ശേഷം കൊട്ടാരം ഉണ്ടാക്കി. വന്നു കഴിഞ്ഞപ്പോൾ ദേവാലയത്തോടനുബന്ധിച്ച് ഈ രാജകൊട്ടാരത്തോടനുബന്ധിച്ച് ദേവാലയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവിൻ്റെ അധീനതയിലുള്ള എന്തോ ഒരു കുടികിടപ്പുകാരൻ നിലയിലേക്ക്, അബദ്ധത്തിൽ പറയുന്നില്ല എങ്കിലും ആ രീതിയിലേക്ക് ദൈവസാന്നിധ്യത്തെ അധപ്പതിപ്പിച്ച് കളയാൻ, അതിൻ്റെ ധാരണ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ദേവാലയം ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നേർച്ച കാഴ്ചകൾ അതൊരു വലിയ ഭയങ്കരമായൊരു കമ്പമായിട്ട് മാറി. നേർച്ച കാഴ്ചകൾ നയിക്കുക ദേവാലയ കേന്ദ്രീകൃതമായി. നോക്കിയാൽ അമ്മ പോകുന്ന വ്യതിചലനങ്ങൾ കണ്ടോ, കുറേ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് കൃത്യമായിട്ട് സങ്കീർത്തനങ്ങളുടെയും പറയുന്നുണ്ടെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരുടെ ആ ബലിയും കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്തോട് ബന്ധപ്പെട്ട് തന്നെ നിന്നിരുന്ന, അതുകൊണ്ട് അവിടെ നാം കാണുന്ന ഒരു വഴിതെറ്റൽ കാണുന്നു. സ്വർഗത്തിൽ വ്യാപരിക്കുന്ന എല്ലാത്തിൻ്റെയും സത്താവും എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നതും സർവജ്ഞനും സർവ്വവ്യാപിയായ ദൈവത്തെ ഒരു ദേവാലയത്തിന് ഉള്ളിൽ ഒതുക്കാൻ പറ്റുമോ? ഒതുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് കേന്ദ്രീകരിച്ച ജീവിതത്തെ രീതിയിലേക്ക്
നേർച്ച കാഴ്ചകളും ബലിയർപ്പണവും ഒക്കെ വന്നു കഴിയുമ്പം മറ്റൊന്നായിട്ട് ഭവിക്കുകയാണ്. അപ്പോൾ ബലിയും പ്രാർത്ഥനയുടെ സ്ഥലമായിട്ട് കൂടി അവിടെ അന്ധവിശ്വാസം കുമിഞ്ഞുകൂടാനായിട്ട് ഇടയായി. എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം കുമിഞ്ഞുകൂടാൻ ഇടയായത്? ജെറുസലേം ദേവാലയം ദൈവത്തിൻ്റെ ആസ്ഥാനമായി മാറുകയും അതുകൊണ്ട് അതിനൊരിക്കലും നാശം വരികയില്ല എന്നൊരു അന്ധമായ ധാരണ അവരുടെ ഇടയിൽ ഉണ്ടാകാനിടയായി. ജെറുസലേം നശിപ്പിക്കപ്പെടുകയില്ല എന്നൊരു ധാരണ. ജെറുസലേം ഉള്ളത് കൊണ്ട് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് ഒരു വശം നല്ല ധാരണ, മറുവശം അബദ്ധ ധാരണ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്നാ സംഭവിച്ചേ, അതിൻ്റെ അന്തസ്സത്തിൽ നിന്നിരുന്ന ഉടമ്പടിയെ പേടകം എന്തിനാണ് കൊണ്ടു നടന്നിരുന്നത്? പേടകം കൊണ്ടു നടന്നിരുന്നത് അതിനകത്തിരിക്കുന്ന 10 കൽപ്പനകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നീതിബോധത്തോടെ ജീവിക്കാനുള്ള പ്രേരണ നൽകാനാണ്. ഉടമ്പടി പത്രികയ്ക്ക് ഉടമ്പടിക്കുള്ളിലെ സത്യം എന്ന സംഗതി അങ്ങ് വിസ്മരിച്ചു. പിന്നെ അതിന് പകരം എന്താ ഉണ്ടായി? ബാഹ്യമായ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉണ്ടായി. ഇന്ന് നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കിയാൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ, സഭയെ സംബന്ധിച്ച് വിശ്വാസം സംബന്ധിച്ചുമൊക്കെ. ആ വിമർശനങ്ങൾ അതേപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ വിമർശനങ്ങളെല്ലാം തള്ളിക്കളയാൻ പറ്റില്ല. വിമർശിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിമ്പിലെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ആ തെറ്റുകൾ തിരുത്താനായിട്ട് നാം തയ്യാറാകേണ്ട. ഇവിടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അന്തസത്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ദൈവസാന്നിധ്യ അനുഭവം ജനത്തിന് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് പിന്നെ എന്താണ്? അത് അന്ധവിശ്വാസമല്ലേ? പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് മാനുഷികമായിട്ടൊരു ഇടപാടായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ നീതിയുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടായി പ്രവാചകന്മാർ അതിശക്തമായിട്ട് എതിർക്കാനിടയായി. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ചെവി തരയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ തിരിഞ്ഞു നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ നീതിയാണ്, കരുണയാണ്. അപ്പോൾ നിൻ്റെ നീതി ജലം പോലെ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രവാചകന്മാർ കടന്നു വരുന്നത് ഈ ഒരു അധപ്പതനത്തിലേക്കും ബന്ധവിശ്വാസത്തിലേക്കും പോയത് കൊണ്ടാണ്. അപ്പോൾ സുരക്ഷിതത്വ ബോധം അവർക്ക് നൽകിയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവാലയം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന് അവരങ്ങ് ധരിച്ചു വെച്ചായപ്പം അതിനെ ശക്തമായി അതിനെതിരെ പ്രവാചകന്മാർ കടന്നു വന്നു. നീതി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദേവാലയം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മിഖാ പ്രവാചകനാണ് കട്ടിയായിട്ട് പറഞ്ഞു. അതായത് മിഖാ പ്രവാചകൻ പറഞ്ഞ 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലുള്ള മുന്നറിയിപ്പ്, നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതു മറിക്കപ്പെടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല, ദേവാലയമുള്ളവരുടെ സുരക്ഷിതത്വമൊന്നുമില്ല. നിങ്ങൾ നീതിരഹിതമായിട്ട് പോയാൽ വയൽ പോലെ ഉഴുതി മറിക്കപ്പെടും. സിയോൻ വയൽ പോലെ ഉഴുതി മറിക്കപ്പെടും. മാത്രം ജെറുസലേം നാശകുമ്പാരമാകും, ദേവാലയ ഗിരി വനമായിട്ട് മാറും. നോക്കിക്കാന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ജനത്തിൻ്റെ ആ വിശ്വാസം കുറേ അന്ധമായി പോയി കഴിഞ്ഞപ്പം, നീതി പ്രവർത്തിക്കാതെ വന്നപ്പോൾ, കരുണയില്ലാണ്ട് വന്നപ്പം, കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പം, ബന്ധമില്ലാതെ പോയപ്പോൾ പ്രവാചകൻ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന, അതുകൊണ്ട് വനമായിട്ട് ദേവാലയം മിഖാ പ്രവാചകൻ്റെ 3-ാം അധ്യായം 12-ാം വാക്യമായി ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ നോക്കുക, ദേവാലയത്തോട് സംബന്ധിച്ച അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതിൻ്റെ അന്തസത്തയിൽ നിന്ന് വിട്ടുമാറിയിട്ട് മനുഷ്യൻ്റെ പ്രാമാണികത്വവും പ്രൗഢിയും കാണിക്കുന്ന പരിപാടിയായിട്ട് അധപ്പതിച്ചപ്പോൾ പ്രവാചകൻ അതിശക്തമായി ഗർജിക്കുന്നതാണ് ഇതൊക്കെ തകർന്നു പോകും എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ പിന്നീട് 1 നൂറ്റാണ്ടിന് ശേഷം ജെറമിയ കടന്നു വരിക. ജെറമിയ കട്ടിയായിട്ട് പറയും, ജെറമിയ 7:1-15 വാക്യങ്ങൾ, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അതായത് കർത്താവിൻ്റെ ആലയം എന്നും പറഞ്ഞുകൊണ്ട് നടന്നാം. പുതിയ ഈശോ പറയുന്ന പോലെ കർത്താവിനെ വിളിക്കുന്നതല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക, എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കണമെന്ന് പറയുന്നില്ല. ഒക്കെ ഇതിൽ നിന്ന് വരുന്ന അതുകൊണ്ട് കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളാൽ ആ വാക്കുകൾ നിങ്ങൾ ആശ്രയിക്കരുതെന്ന് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിന് 7-ാം അധ്യായത്തിൽ പറയുന്നത് നാം ശ്രദ്ധിക്കുക. അതേ 21-ാം അധ്യായത്തിൽ വീണ്ടും പറയാണ്, എൻ്റെ മുഖം ഈ നഗരത്തിനു നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ, ജെറുസലേം നഗരത്തിന് നേരെ, നന്മയ്ക്കായിട്ടൊന്നുമില്ല തിന്മയ്ക്കായിട്ട് ഞാൻ തിരിച്ചിരിക്കുന്നത്. അതേ പ്രവാചകൻ 26-ാം അധ്യായത്തിൽ 1 വാക്യം പറയുന്നു, ഈ നഗരത്തെ ഞാൻ ശീലോ പോലെയാക്കും, ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതയ്ക്കും ശപിക്കാനുള്ള മാതൃകയാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ വലിയ പ്രൗഢഗംഭീരമായ ദേവാലയമൊക്കെ ഉണ്ടായി പലപ്പോഴും ഉണ്ടല്ലോ. ഒരു പുതിയ പള്ളി പണിയുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം പണിത് ഗംഭീരമാക്കിയതിന് ശേഷം നമ്മളെ ആ പള്ളി എന്തിനായിട്ട് ഉദ്ദേശിച്ചോ ആ ഫലം അത് പുറപ്പെടുത്തുന്നില്ല. കർത്താവ് യേശയ്യാൽ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ പ്രിയൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് വെള്ളം ഒഴിച്ചു, അതിന് വളം കൊടുത്തു, അതിന് വേലി കെട്ടി, അതിന് എല്ലാ തരത്തിലുള്ള സംവിധാനം നൽകി, അവിടെ മുന്തിരി ചക്കും ഞാൻ കുഴിച്ചിട്ടു, നല്ല ഫലം കാണാൻ കാത്തിരിക്കുക. പക്ഷേ കാട്ടുമുന്തിരി ഫലങ്ങ പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ നശിപ്പിക്കും, തകർത്ത് കളയെന്ന് പറയും.
ഇതിവിടെ നമ്മൾ അനുഭവിക്കുകയും പാടേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാനുഷികത കടന്നു വരികയും ദൈവികത ഇല്ലാണ്ട് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഉണങ്ങി വരേണ്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും, തന്നെയില്ല തകർച്ചയിലേക്ക് നീങ്ങും. അതുകൊണ്ട് പ്രവാചകന്മാരുടെ വചനം കേട്ട് ഒരു മാനസാന്തരപ്പെട്ടോ? ഇല്ല, അവർ മാനസാന്തരപ്പെട്ടൊന്നുമില്ല. പ്രവാചകന്മാർ ശക്തിയായിട്ട് എന്ന് പറഞ്ഞ് യെരമ്യാ പ്രവാചകനോട് കട്ടിയായിട്ട് സംസാരിച്ച് പറഞ്ഞ് അതിലങ്ങനെ പൊട്ടക്കണ്ണിൽ തട്ടിയിട്ടു, അദ്ദേഹത്തെ മർദ്ദിച്ചു, ഒത്തിരി പീഡിപ്പിച്ചു. അല്ല, അവർ മാനസാന്തരപ്പെട്ടു. BC 587 ആ പ്രവചനത്തിനനുസൃതമായി ബാബിലോണിൻ്റെ രാജാവായ നെബൂഖദ്നേസർ കടന്നു വരികയും രാജാവിനെ പിടിച്ചു കെട്ടി കണ്ണ് ചുഴന്നെടുത്ത് ജനത്തെയും മാരാവിനെയും കൊണ്ട് അടിമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിലാണ് ഈ പ്രവചനങ്ങൾ ചെന്ന് നിൽക്കുന്നത്. തകർച്ചയിലാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്ന ഓർക്കണം, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, എൻ്റെ പ്രിയപ്പെട്ട ജനമാണ്, എൻ്റെ പ്രിയ ജനമാണ് എന്നൊക്കെ ദൈവം പറയുന്നുവെങ്കിലും, എൻ്റെ ഓമന പുത്രനാണ്, ഓമന കൂട്ടനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം ഉണ്ടെങ്കിലും നീതിരഹിതമായിട്ട് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ അതിശയിക്കുന്ന നീതി കടന്നു വരികയും അത് നമുക്ക് ശിക്ഷയായിട്ട് വരികയും ചെയ്യും. അത് നാം പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. അതിനുശേഷം സംഭവിച്ച 50 വർഷക്കാലം കഷ്ടപ്പെട്ടില്ലേ, ദേവാലയം പോയി ഇല്ലാതെ കഷ്ടപ്പെട്ടു, ഒന്നുമില്ല. അന്നെന്താ സാവധാനത്തിൽ അവർ ബുക്കിലേക്ക് തിരിയുന്നുണ്ട്. അതായത് എ റിലിജിയൻ ഓഫ് ടെമ്പിൾ ഈസ് ടേൺ ടു എ റിലിജിയൻ ഓഫ് ബുക്ക്. വചനത്തിലേക്ക് തിരിയാൻ തുടങ്ങി, അല്ല മറ്റു മാർഗമൊന്നുമില്ല. സോ BC 515 ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ ദേവാലയം പണിതു. നമുക്കറിയാം സംഭവം എങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ, ഇനി ഇറാൻ എന്ന് പറയുന്നത് അന്നത്തെ പേർഷ്യ, ഇന്നത്തെ ഒരു സാധാരണ രാജ്യമൊന്നുമില്ല, വളരെ വിപുലമായ പാരമ്പര്യമുള്ള രാജ്യമാണ്, അതിശക്തമായ അടിത്തറയുള്ള രാജ്യം തന്നെയാണ്. 1979 ശേഷം വന്ന ഈ വിപ്ലവത്തെ തുടർന്നാണ് അത് തകർന്നത്. അതിന് മുമ്പ് ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു. ഷാ ഭരണകൂടം നോക്കിക്കൊണ്ടിരുമ്പോൾ അവരിൽ അഴിമതിയുണ്ടെന്നും പറഞ്ഞ് ആരോപിച്ചുകൊണ്ടാണ് കൂട്ടത്തെ അന്നത്തെ ഇടതുപക്ഷം കൂടെ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തെയൊക്കെ ഓടിച്ച് ഇറക്കി വിട്ടതിന് ശേഷം അവസാനം മതഭരണം കടന്നു വന്നത്. ഇപ്പോൾ ആ ഇടതുപക്ഷം ഇപ്പോൾ എവിടെയാണ്? അന്നത്തെ ഘട്ടങ്ങളിൽ അടുത്ത് ഈ റീസെൻറ്റ് ഹിസ്റ്ററി അല്ലാതെ അങ്ങനെ കടന്നു വന്നിട്ട് അയത്തുള്ള കൊമേനി വഴിയായിട്ട് മതകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മനുഷ്യനെ മുഴുവൻ വരിഞ്ഞു മുറുക്കി പൂട്ടി കെട്ടിയിട്ട് എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നമ്മൾ ഓർക്കണേ. അത് പിടിച്ചു കെട്ടിയിട്ട് ഇപ്പോൾ ഇത്രയും കാലമായി 79 തൊട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കിയും. അപ്പോൾ അവസാനം ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ പുത്രൻ സ്ഥാനം ഏറ്റിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ തകർത്തു എന്ന് പറഞ്ഞാലും ശരി, ഇറാൻ തകർക്കപ്പെടാത്ത ഒത്തിരി അടിത്തറയുള്ളൊരു രാജ്യം തന്നെയാണ്, നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്നാലും അവിടെ സംഭവിച്ചത് എന്താണ്? ഒരു കാലത്ത് ജനാധിപത്യ രാജ്യമായ രാജ്യത്തിൻ്റെ അടിത്തറ മാന്തക രീതിയിൽ മറ്റൊരു മതരാഷ്ട്രം കടന്നു വന്നു എന്നുള്ളതാണ്. അതെവിടം വരെ ഇപ്പോൾ നമുക്കറിയാൻ പാടില്ല. എന്തായാലും അതിനിടയ്ക്കൂടെ ഇപ്പോൾ വളരെ കൃത്യമായി യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങൾ അതിനകത്ത് നീങ്ങുന്നുണ്ട്. 40,000 പേരെയാണ് ഈ വധിക്കപ്പെട്ട ഖമേനി കൊന്നതെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ? 40,000 പേരെയാണ്. അപ്പോൾ അത് പോട്ടെ, അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതല്ല. അന്ന് തിരിച്ചു വന്ന് ഈ BC 515 ഈ ദേവാലയം പണിയാൻ വീണ്ടും ഇടയായത് അന്നത്തെ ഈ ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖാണ്. ആ ഇറാഖിൻ്റെ അന്നത്തെ രാജാവിനെ നെബൂഖദ്നേസറിനെയൊക്കെ തോൽപ്പിച്ചിട്ട് ആ രാജ്യം പിടിച്ച് സ്വന്തമാക്കിയിട്ട് പേർഷ്യൻ രാജാവായ സൈറസ് ചക്രവർത്തിയാണ്. സൈറസ് ദൈവം തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചു തന്നെയാണ്, വിജയാധീനം. അപ്പോൾ ആ സൈറസ് ചക്രവർത്തി വന്ന് ഇവരെ തകർത്തതിന് ശേഷം അവരെ പറഞ്ഞ് നേരെ ഇസ്രായേലിലേക്ക് തിരിച്ചു വിട്ടിട്ട് എസ്രാ, നെഹമ്യ എന്നിവരൊക്കെ നേതൃത്വത്തിൽ ദേവാലയം പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പുതിയ ദേവാലയം ഉണ്ടാകുന്നത്. അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. സാധാരണ അവർ ബുക്കിലേക്ക് തിരിയുന്ന നമുക്കറിയാം. ഏതവസ്ഥയൊന്നും രൂപപ്പെട്ടിട്ടില്ല. പിന്നെ സാവധാനത്തെ ബുക്കിലേക്ക് തിരിയുന്ന ദേവാലയം പണിതോട് കൂടിയാണ്. ദേവാലയം പണി ഒരുങ്ങുമ്പോൾ അവിടെയൊന്നും വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഈ ആദ്യം ഇവരെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പാരമ്പര്യങ്ങളും കളക്ട് ചെയ്തു. ഇസ്രായേലിൻ്റെ അങ്ങും ഇങ്ങും എല്ലായിടത്തും പാരമ്പര്യം കളക്ട് ചെയ്ത് കൂട്ടിച്ചേർത്ത് വെച്ചതാണ് ഈ പഞ്ചഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ സാവധാനത്തിൽ ഒരു ബുക്കിലേക്ക് വചനത്തിലേക്ക് തിരിയുകയാണ്. ഇപ്പോൾ അവർ കയ്യിലിരിക്കുന്നതിനാ ഇപ്പോൾ ഈ വചനം തന്നെയാണ് തോറായ, അത് അവർ നയിക്കുന്നത്, അത് കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വെയിലിംഗ് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ഇത് വെച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സാവധാനം ഒരു ട്രെയിനിങ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ ദേവാലയം ഉണ്ടായി. BC 167 515 കുറേ ഏറെക്കാലം നിന്നു ആ ദേവാലയം. BC 617 സിറിയൻ രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസ് 4 അപ്പോൾ
അദ്ദേഹത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കീഴടക്കിയ ദേവാലയത്തെ തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? സിയൂസ് ദേവൻ്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് എന്നിട്ട് പന്നിയെ ബലിയർപ്പിച്ചുകൊണ്ട് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. അന്ത്യോക്യസ് നാലാമൻ എന്ന് പറയുന്നത്, അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവിടെ എന്താ അമ്മപ്പാണ് ഈ മക്കബായക്കാർ ഉണർന്നു വരികയും 3.5 വർഷക്കാലത്തെ ഒളിപ്പോരിലൂടെ അയാളെ കീഴടക്കേണ്ട തോൽപ്പിച്ചതിന് ശേഷം യൂദാ മക്കബായ BC 164 യൂദാസ് മക്കൈബോസിൻ്റെ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. BC 164. 167 അവർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ 64 പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. അതിനുശേഷം ആണ്ടുതോറും ദേവാലയ പുനഃപ്രതിഷ്ഠ അവിടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതെല്ലാം കൂടി പിന്നീട് ഹെറോദോസ് രാജാവാണ് ഇതെല്ലാം കൂടി വാസ്തവത്തിൽ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും, അതായത് BC 20 ആരംഭിച്ച പണി കർത്താവിൻ്റെ കാലത്തൊക്കെ തുടരുക. കർത്താവ് കാലം കഴിഞ്ഞ് 66 ദേവാലയം പൂർത്തിയാകുന്നത് കേട്ടോ. കർത്താവിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുമൊക്കെ അത് പൂർത്തിയാക്കപ്പെടുന്ന 66, പക്ഷേ 66 പൂർത്തിയാക്കിയ ദേവാലയം പിന്നെ അധികം നിന്നില്ല. 4 വർഷം കൊണ്ട് കഴിഞ്ഞ് 70 ആയപ്പോഴത്തേക്കും ടൈറ്റസ് ചക്രവർത്തി റോമിൽ വന്ന ആ ദേവാലയം മുഴുവൻ കംപ്ലീറ്റ് അടിച്ച് നിരപ്പാക്കി പൊടിയാക്കി നശിപ്പിച്ച് കളയും. പിന്നീട് ഒരിക്കലും ആ ദേവാലയം പടുത്തുയർത്തപ്പെട്ടിട്ടില്ല. AD 66 അത് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ 70 അത് തകർക്കപ്പെടുകയാണ്. അപ്പോൾ നോക്കണേ എങ്ങനെ പോകുന്നു. അപ്പോൾ AD 135 റോമൻ സൈന്യം വീണ്ടും വന്ന് ജെറുസലേം ആക്രമിക്കുകയുണ്ടായി 35. അപ്പോൾ അതുകൊണ്ട് ഈ ദേവാലയം അവിടെ നിന്ന് തീർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുക. തകർക്കപ്പെട്ടു. പിന്നീട് ദേവാലയം ഇല്ല. ഹഡ്രിയാൻ ചക്രവർത്തിയാണ് അവിടെ പിന്നീട് പട്ടണം പണിത് ചെറുതാക്കി ഉണ്ടാക്കിയ പട്ടണത്തിന് പ്രത്യേകിച്ച് ഏലിയ കപ്പിറ്റോളീന എന്ന പേര് കൊടുത്തു. എന്നിട്ട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാം. ജൂപ്പിറ്റർ ദേവൻ, റോമൻ ദേവനായ ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാം. നമുക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ പാകം ധരിക്കേണ്ട ഇന്നത്തെ പ്രത്യേകിച്ചും ആനുകാലിക സംഭവങ്ങൾ ഓർക്കും ഇതൊക്കെ പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എന്താണ്, ജെറുസലേം പറയുന്ന സ്ഥലം എങ്ങനെ പോയി, എവിടെ പോയി, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയുന്നത് നല്ലതല്ലേ. അത് AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കി മാറ്റി. AD 313. അവിടെ നിന്നാണ് മറ്റൊരു യുഗത്തിലേക്ക് ഈ വിശ്വാസം മാറുന്നത്. AD 313 ആയപ്പോഴത്തേക്കും. അപ്പോൾ അന്ന് ജൂപ്പിറ്ററിൻ്റെ നാമത്തെ ക്ഷേത്രത്തിനൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. പിന്നെ സംഭവിക്കുന്ന അത് കഴിഞ്ഞ് സംഭവിക്കണം ആ AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അങ്ങനെ കണ്ട് നമുക്കറിയാം. ബാക്കി അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലേന രാജ്ഞി കുരിശ് കണ്ടെടുത്തത് നമുക്കറിയാം. പക്ഷേ അതറിയാതെ AD 638 ജെറൂസലേം മുസ്ലിം ആധിപത്യത്തിലായി. എന്താ മുസ്ലിം ആധിപത്യം 638 അവരത് കീഴടക്കും. അവിടെ നമ്മൾ വെച്ചാൽ 69 691 638 കീഴടക്കി 691 ഖലീഫ അബ്ദ് എൽ മാലിൽ ജെറൂസലേം ദേവാലയത്തിൽ ഇരുന്ന സ്ഥാനത്ത് സ്വർണ്ണ താഴിക കുടങ്ങളോട് കൂടിയ മോസ്ക് നിർമ്മിച്ചു. നമ്മളവിടെ കാണുന്നതാണ്. 13 നൂറ്റാണ്ടിൽ നിൽക്കുന്ന സംഗതി അവിടെ കാണുന്ന അൽ അക്സ അല്ലെങ്കിൽ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന 2 മോസ്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. അതായത് 691 നോക്കണേ ചരിത്രം പോകുന്ന പോക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ദേവാലയം തകർക്കപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ ദേവാലയത്തിൻ്റെ ആ പുനരുദ്ധിക്കപ്പെട്ടതും പിന്നെ ഹെറോദോസിനെ പണിയെടുപ്പിച്ചത് ആ മുട്ടൻ ദേവാലയത്തിൻ്റെ മതിൽ നിലനിൽപ്പുണ്ട് അവിടെ, ഔട്ടർ വോൾ. നാം ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെല്ലാമെങ്കിൽ അവരുടെ സാമൂഹ്യ ദിനമാണ്. ഈ ഔട്ടർ വോളോട് കേന്ദ്രീകരിച്ച് ജനം പോയിരുന്നുകൊണ്ട് തലയിട്ടടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. നമുക്കും അവരുടെ കൂടെ കൂടാം. പക്ഷേ അതിൻ്റെ ഗേറ്റിങ്ങ് പോയി തൊപ്പി മേടിച്ച് തലയിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തൊപ്പിയെ വിലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭിത്തിയുടെ സമീപേ പോയിരുന്നുകൊണ്ട് അവരിങ്ങനെ തലയിട്ടടിച്ച് പ്രാർത്ഥിക്കും. ഷെമാ ഇസ്രായേൽ. അവരുടെ ഓർമ്മകളിലൂടെ തകർന്നുപോയ ദേവാലയത്തിൻ്റെ ആ വലിയ തകർച്ചയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അനുസ്മരണം കൂടി നടക്കുകയാണ്. അവിടെ ചെന്ന് കാണുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുക. 100 ആയിരക്കണക്കിന് ആൾക്കാരാണ് സഹവർത്തനത്തിൽ അവിടെ നിന്ന് 2 സെക്ഷനായി സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. ഈ വെയിലിംഗ് വോൾ എന്ന് പറയാൻ കാര്യം കണ്ണീരിൻ്റെ ഭിത്തി എന്നർത്ഥം, അല്ലെങ്കിൽ വെസ്റ്റേൺ വോൾ പടിഞ്ഞാറൻ ഭിത്തി, അത് അവിടെ ഇരിപ്പുണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ. അതാണ് വിലപിക്കുന്നത്. അപ്പം ദേവാലയം അല്ലല്ലോ പ്രധാനം, അതിൽ വസിക്കുന്നവരല്ലേ. ദൈവത്തിൽ വരുമ്പോഴത്തേക്കും ദേവാലയം അല്ല പ്രാധാന്യം, അതിൽ വസിക്കുന്നവനാണ് പ്രാധാന്യം. അപ്പോൾ അത് നാം കാണുന്നു. മനുഷ്യനിർമ്മിതം അല്ലാത്തൊരു ദേവാലയം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് ഉൾക്കൊള്ളാനായിട്ട് യഹൂദ സമൂഹത്തിന് സാവധാനത്തിലേ പറ്റുന്നുള്ളൂ.
മനുഷ്യനിർമ്മിതമല്ലാത്തൊരു ദേവാലയം ഉണ്ടാവും. അതേതാണ്? നിങ്ങൾ ഈ ദേവാലയം ഇടിച്ച് തകർക്കുക, ഞാൻ 3 ദിവസം അത് പണിതുയർത്തുമെന്ന് പറഞ്ഞവൻ്റെ ദേവാലയം. അതായത് കർത്താവാകുന്ന ദേവാലയം. ആ ദേവാലയം ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ നാം ദേവാലയമായിട്ട് മാറുകയാണ്. ആ ദേവാലയം മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ ആ ദേവാലയം ഏതാണ്? കർത്താവിൻ്റെ മൗലിക ശരീരം. ആ ശരീരം സഭയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അന്ന് ആ സഭയിൽ വരുമ്പോൾ ഓരോ വ്യക്തി ദേവാലയം മാറുന്നതുകൊണ്ട് പൗലോസ് കൊറിന്തോർക്ക് ലേഖനത്തിൻ്റെ വളരെ ഭംഗിയായ രീതിയിൽ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് 6-ാം അധ്യായം 1-ാം ലേഖനത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങളാണ് ദേവാലയം, നിങ്ങളിലാണ് ദേവാലയം. അപ്പോൾ സോളമൻ്റെ ദേവാലയം എന്നൊരു പ്രതീകമായിരുന്നത് യാഥാർത്ഥ്യം വന്നപ്പം പ്രതീകം തിരോധാനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? ഇന്ന് നാം കാണുന്ന ജെറൂസലേം നാം സന്ദർശിക്കുമ്പം കാണുന്ന ദേവാലയത്തിന് സ്ഥാനത്ത് ഇരിക്കുന്നത് അലക്സ എന്ന് പറയുന്നത്, ഡോം തുറക്ക് എന്ന് പറയുന്നത് 2 മോസ്കുകളാണ്. അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു വന്ന അവിടെ എന്തായിരുന്നു എന്ന് തുടങ്ങിയതാണ്. പേടകത്തിൽ ആരംഭിച്ച് അവസാനം കൊണ്ട് സാവധാനത്തിൽ ആ പേടകം ഫിലിസ്തീയക്കാർ തട്ടിക്കൊണ്ട് പോയപ്പം തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ അബീദാബാദിൻ്റെ വീട്ടിൽ വെച്ചിരുന്നത് ദാവീദ് രാജാവ് ജെറൂസലേമിലെ 50 ഷെക്കൽ കൊടുത്ത് അർവേന എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചിട്ട് ആഘോഷമായിട്ട് ഈ പേടകം അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം അത് ആഗ്രഹിച്ചു അവിടെ ദേവാലയം പണിയാൻ. ഇപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട വേണ്ട, നീ പണിയേണ്ട, നിൻ്റെ കൈകൾ രക്തപങ്കിലും. ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തായിരുന്നു, ഒരുപാട് പേരെ കൊന്നു. രക്തപങ്കിലും അതുകൊണ്ട് നിൻ്റെ പുത്രൻ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയം പണിയാൻ ദാവീദിനെ സമ്മതിച്ചില്ല. ദാവീദ് മോനോട് പറഞ്ഞു, കർത്താവ് ദേവാലയം പണിയണം, അതെൻ്റെ ആഗ്രഹം. അതാണ് സോളമോനിൽ നിർവഹിക്കപ്പെട്ടത്. അപ്പോൾ ആ പശ്ചാത്തലം അറിയുമ്പോഴാണ് ദേവാലയ കേന്ദ്രീകൃത ഒരു ജീവിതം പിന്നീട് അവർക്കുണ്ടായതിന് ഒരുപാട് വഴിതെറ്റലുകൾ ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവ് കടന്നു എന്നുകൊണ്ട് ആ ദേവാലയത്തെ കല്ലുമ്മേ കല്ലിട്ട് നശിച്ചു എന്ന് പറയും. മാത്രമല്ല അതിന് ശുദ്ധീകരണ അവസരത്തിൽ ചാട്ടവരായിട്ട് ആട്ടിച്ച് പുറത്താക്കാനുള്ള സാഹചര്യം അങ്ങനെ തന്നെയാണ്. കാരണം ആരാ? കർത്താവ് തന്നെയാണ് ദേവാലയമാണെന്ന് കർത്താവ് അവർ വന്ന് സ്വീകരിച്ചില്ല. ആർക്കെങ്കിലും ദാഹിക്കുന്ന എന്നിൽ വന്ന് കുടിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാൻ ആ ലോകത്തിന് പ്രകാരം വിളിച്ചു പറയാൻ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ അവിടെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ദേവാലയ നിർമ്മിതിയിലേക്ക് കടക്കുക. അതായത് ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കണം, രക്ഷാകര ചരിത്രത്തിൽ ദേവാലയത്തിനുണ്ടായിരുന്ന ഒരു സ്ഥാനം എന്താണ്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിന് പ്രാധാന്യം എന്തായിരുന്നു? കർത്താവ് സ്ഥിരം ഈ ദേവാലയത്തിൽ പോകുമായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് എങ്ങനെയാണ് തകർന്നു പോയത്? പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് ദേവാലയം എന്താണ്? ഇപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ദേവാലയത്തെ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ജോസിയ രാജാവ് കൽപ്പിച്ചത് അനുസരിച്ച് വന്നാൽ. അപ്പോൾ അതുകൊണ്ട് അവന് ദേവാലയം ഇല്ല. അതുകൊണ്ടാണ് ഈ സിനഗോഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ അവൻ്റെ പഴയ ദേവാലയം ഇരുന്നിടത്ത് ആ മോസ്ക് തകർത്തിട്ട് അവർ ദേവാലയം പണിയാൻ്റെ ഉള്ളിൽ അവൻ്റെ ആഗ്രഹമുണ്ട്. എങ്ങാനും നടന്നെങ്കിൽ അത് ഏതൊരു മഹായുദ്ധമായിരിക്കും അറിയാൻ പാടില്ല. എന്തായാലും ശരി, അതിൻ്റെ കോപ്പുകളൊക്കെ കണക്ക് കൂട്ടി ദേവാലയ നിർമ്മിതിക്കുള്ള എല്ലാം അങ്ങോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 2 ജനതകൾ തമ്മിലുള്ള അതിഭയങ്കരമായ ശക്തമായ എതിർപ്പ് മാത്രമല്ല, അവർ തമ്മിലുള്ള ശത്രുതയും ഒക്കെ നേരിൽ ചെന്ന് കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങോട്ടാണ് നയിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന എങ്ങോട്ടാണ് കർത്താവിനെ അറിയാൻ പാടുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഏതായാലും ശരി, നമുക്ക് നൽകിയിരിക്കുന്ന വചനമനുസരിച്ച് ദൈവസാന്നിധ്യത്തിനാണ് നമുക്ക് പ്രാധാന്യം. അതുകൊണ്ട് ദേവാലയ നിർമ്മിതിയുടെ ഘട്ടം നമുക്ക് നോക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 1 തൊട്ട് 9-ാം അധ്യായം 9 വരെയുള്ള ഭാഗങ്ങളാണ് ദേവാലയ നിർമ്മിതിയെക്കുറിച്ച്. അതിൻ്റെ വിവരണങ്ങളാണ്, വളരെ വിശദമായ വിവരണങ്ങളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് നിർമ്മിതിയെക്കുറിച്ച് പറയുന്നത് പ്രധാനപ്പെട്ട നമുക്ക് അതിൻ്റെ ആശയങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പം ദേവാലയത്തിൻ്റെ അതിൻ്റെ പേരിലാണല്ലോ സോളമൻ രാജാവ് അറിയപ്പെടുന്നത്, മഹാനായ രാജാവ് അറിയപ്പെടാൻ കാരണം സോളമൻ ഈ ദേവാലയം പിന്നെ സോളമൻ്റെ വിജ്ഞാനം 2 കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിൻ്റെ സമീപത്ത് തന്നെ അത് കൊട്ടാരവും പണിതു. 3 ഘടകങ്ങളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ദേവാലയ നിർമ്മാണത്തിന് ഒരു വലിയ ഒരുക്കം കാണാൻ കഴിയും. രണ്ടാമത്തേത് ദേവാലയ നിർമ്മാണം. മൂന്നാമത്തെ ദേവാലയത്തിന് പ്രതിഷ്ഠ. നമ്മളിപ്പോൾ നോക്കുന്ന ഒരുക്കം മാത്രം നമ്മൾ നോക്കിയിട്ട് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുക. ഒരുക്കം 1 രാജ 5:1 തൊട്ട് 19 വാക്യങ്ങളാണ്. ദാവീദ് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോയത്, പൂർണ്ണമായിരുന്നില്ല. പക്ഷേ സോളമൻ അത് ഭയങ്കരമായി അത് ഒരുങ്ങി. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ദേവദാരു കൊണ്ടാണ് പറഞ്ഞത്. ദേവദാരു, ലെബനോനിലെ ദേവദാരു എന്ന് കേട്ടിട്ടുണ്ടോ? ദേവദാരു എന്ന് പറഞ്ഞാൽ അതായത് ഈട്ടിയുടെ നിറം, അതുപോലെ തന്നെ തേക്കിൻ്റെ ഉറപ്പും
ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള തടിയാണ്, ഒരു തടി അവിടെ കിട്ടും. അത്ര സുന്ദരമായ തടിയാണ്. അത് അവിടുന്ന് ലെബനോനിൽ നിന്ന് വാങ്ങിച്ച് ഇറക്കി കൊണ്ടുവന്ന് പണിത് ഉയർത്തിയിട്ടാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ടൈർ തുറമുഖത്തിലൂടെയാണ് കൊണ്ടുപോയത്. ടൈർ തുറമുഖം എന്ന് പറയുമ്പോൾ ടൈർ രാജാവുണ്ട്. അപ്പോൾ ആ രാജാവിനോടുമായിട്ട് ഒരു കോൺട്രാക്റ്റാണ്, ഉടമ്പടി ഉണ്ടായി. ആ ടൈർ രാജാവുമായിട്ട് ഒരു കരാർ വന്നു. അപ്പോൾ അതിനുശേഷം ടൈറുകാർ ദേവാലയ ശില്പികളായിരുന്നു. മാത്രമല്ല അവരെ കെട്ടിട നിർമ്മാണവും കപ്പൽ നിർമ്മാണവും ശില്പവേലയും അങ്ങനെ അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു. ടൈർ എന്ന് പറയാം, ടൈർ സീതോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ടൈർ. അപ്പോൾ അങ്ങനെ ആ ടൈറുമായിട്ടൊരു നയതന്ത്ര ബന്ധം സോളമൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന, സോളമൻ്റെ കാലത്ത് യുദ്ധങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനിടയായി. അപ്പോൾ ഹീറാം എന്ന് പറയുന്ന ആളാണ് ടൈർ രാജാവ്. സോളമനെ സ്ഥാനാരോഹണം കഴിഞ്ഞപ്പോൾ അത് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്ക് പ്രതിയോഗിയില്ല, എനിക്ക് ദൗർഭാഗ്യമില്ല, കർത്താവ് എനിക്ക് സമാധാനം നൽകിയിരിക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് പറയുന്ന മറുപടിയായി നമ്മുടെ അത്രയധികമായിട്ട് നല്ല സുഭിക്ഷമായ സന്തുഷ്ടമായ സാഹചര്യത്തിലാണ് സോളമൻ ഭരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അങ്ങ് ആ ഘട്ടത്തിലാണ് ഈ ദേവാലയം പണി ആരംഭിക്കുന്നത്. ആ സമയത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ഭംഗിയാക്കി വന്നപ്പോൾ വലിയ രാഷ്ട്രങ്ങളായിരുന്നു ഈജിപ്തും മെസൊപ്പൊട്ടേമിയയും ഒക്കെ ദുർബലമായിട്ട് തീർന്നു. അപ്പോൾ അവിടെ ഉദിച്ചു ഉയരുന്ന ഒരു സാമ്രാജ്യമായിട്ട് മാറുകയാണ് ഇസ്രായേൽ. ഇന്നും ഇസ്രായേൽ എന്താണ് സ്വപ്നം കാണുന്നതെന്ന് ഈ ഭാഗം പഠിക്കാൻ മനസ്സിലാവും. അവർക്ക് ആ പഴയ പ്രതാപം തിരിച്ചെടുത്തുകൊണ്ട് അവരുടെ പഴയ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടം, സോളമൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഗ്രേറ്റർ ഇസ്രായേലിനെ അത് പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഉള്ളിലുള്ള ഇരിപ്പം. എവിടെ മരിപ്പം നമുക്കറിയാൻ പോലെ. അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പോൾ അത് ചെയ്തു ഒരുപാട് സോളമനെ ഹീറാമുമായിട്ട് ഈ രാജാവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ടൈർ രാജാവിന് പ്രതിവർഷം 10,000 ടൺ ഗോതമ്പും 10 ലക്ഷം ലിറ്റർ ഒലിവെണ്ണയും നൽകി ആ തടിയെല്ലാം വാങ്ങിച്ചു. തടി മാത്രമല്ല സ്വർണവും വാങ്ങിച്ചു, കരാറുണ്ടാക്കി. തൻ്റെ 20,000 കോർ ബാർലിയും 20,000 പറ്റ് വീഞ്ഞും അതിനൊക്കെ വിലയായിട്ട് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ ചെയ്യുന്ന ആ കാര്യത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ടൈറിൽ നിന്ന് ഇന്ന് നമ്മൾ യാപ്പ എന്ന് പറയുന്നത് മനസ്സിലാക്കി ചെന്നാൽ കാണുന്നത് യാപ്പ എന്ന് പറയുന്ന പട്ടണത്തിന് മുകളിലാണ് കാർമൽ മലയിൽ. കാർമലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി കാണുന്ന പട്ടണമാണ് യാപ്പ എന്ന് പറയും. ആ യാപ്പ അന്ന് അറിയപ്പെടുന്നത് യോപ്പ എന്നാണ്. ആ യോപ്പ പണ്ട് പത്രോസ് താമസിച്ച സ്ഥലം യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തിൽ ടൈറിൽ നിന്ന് അവിടെ കൊണ്ടുവരും. അതായത് ചെങ്ങാടത്തിൽ ഈ മരങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് 60 കിലോമീറ്റർ അകലെയാണ് ജെറൂസലേമിലേക്ക് അത് കടത്തിക്കൊണ്ട് പോകും. അവിടെ കൊണ്ടുചെന്നിട്ട് അവിടെയാണ് ഇതെല്ലാം ഒരുക്കിക്കൊണ്ട് വരികയും. അപ്പോൾ മരം മുറിച്ച് ടൈറിലെത്തിച്ചതിന് ശേഷം ടൈർ രാജാവിൻ്റെ വേലക്കാരോടൊപ്പം സോളമൻ്റെ ആ രാജാവും കൂടി ചേർന്നുകൊണ്ട് അവർ കൊണ്ട് എത്ര പേരായിരുന്നറിയോ, 10,000 പേരടങ്ങുന്ന 3 ഗണങ്ങളാണ് സോളമൻ രാജാവിനുണ്ടായത്. ഇതിനു വേണ്ടി ഈ തടി കൊണ്ടുവരാൻ വേണ്ടി ആലോചിച്ച് നോക്കി, 10,000 പേരടങ്ങുന്ന 3 ഗണങ്ങൾ. ഏതാണ്ട് അതിനൊപ്പം തന്നെ ടൈർ രാജാവിൻ്റെ ആൾക്കാരും. അപ്പോൾ ഏതാണ്ട് 15-ൽ കൂടുതൽ നീളവും 5 ടൺ മുതൽ 10 ടൺ വരെ ഭാരവുമുള്ള വലിയ കല്ലാണ് ഈ ദേവാലയത്തിലായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചെല്ലാമെങ്കിൽ ജെറുസലേമിൽ ചെന്ന് നോക്കി, ഞാൻ പറഞ്ഞ സ്ഥലത്ത് വെയിലിംഗ് വോളിൻ്റെ അവിടെ ചെന്ന് ആ വോളിൻ്റെ അടിയിൽ ചെന്ന് നോക്കിയാൽ ആ കല്ല് നമുക്ക് അവിടെ കാണാം. അതായത് 15-ൽ കൂടുതൽ നീളവും 5 ടൺ മുതൽ 10 ടൺ വരെ ഭാരവുമുള്ള വലിയ കല്ല്. ഇന്നത്തെ യന്ത്രസാമഗ്രികളൊന്നും ഇല്ലായിരുന്നു ഓർക്കണം. അപ്പോൾ എന്തേരം മനുഷ്യരെ കൊണ്ട് അടിമൂല ചെയ്യിപ്പിച്ചാലാണ് ഇത് പണിതുയർത്താൻ പറ്റുന്ന ആലോചിച്ച് നോക്കി. എന്ത് ഭയങ്കരമായ പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യശേഷി കൊണ്ട് മാത്രമാണ് ഇത് പണിതുയർത്തിയിരിക്കും. ആ കല്ല് എന്ന് കാരണം നമ്മൾ അന്തിക്കുന്നു, ഈ കല്ല് എങ്ങനെ ഇവിടെ കൊണ്ട് പൊക്കി വെക്കാൻ അവർക്ക് പറ്റിയെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. ഇന്നാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ ഇതില്ല, ഇന്നത്തെ പോലെ ACB അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊരു ഭക്ഷണം മാത്രം ഇവർക്ക് കൂലിയാക്കി കൊടുത്തുകൊണ്ടാണ് പണിയിപ്പിക്കുക. ദിവസത്തിൽ പറഞ്ഞൊരു അടിമപ്പണിയായി, കഠിനമായ അടിമ വേലയാണ്. അപ്പോൾ എന്നിട്ടോ അവർ വീട്ടിൽ നിന്നൊക്കെ നടന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലണം. അപ്പോൾ 500-ൽ പരം കിലോമീറ്ററൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതേപോലെ വണ്ടിയും കിണ്ടിയും സൗകര്യങ്ങളിലെ പണിക്കാരെയൊക്കെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട്, ഇന്നത്തെ കോൺട്രാക്ടർമാർ പണിക്കാരുള്ള ആൾക്കാരെ വണ്ടിയെ ജീപ്പ് കയറ്റിക്കൊണ്ട് പണിസ്ഥലത്ത് കൊണ്ട് വിട്ടേച്ച് പണി കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നുള്ള സംവിധാനമൊന്നുമില്ല, തന്നെ നടന്നു വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് രാജാവിന് വേണ്ടിയിട്ടാണ് കാൽനടയായിട്ട് പോവുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശക്തമായ അടിമപ്പണി. ഇസ്രായേൽക്കാരെ അടിമകളായിരുന്നില്ലെങ്കിൽ അടിമപ്പണി തന്നെയാണ് നടന്നുകൊണ്ടിരും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വൈരാഗ്യവും വിരോധങ്ങളും ഈ പൊതുജനത്തിന് ഈ സോളമൻ രാജാവിന് എതിരായിട്ടുണ്ടായി. അതായത് അവിടെ ഇവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അദോനി റാം എന്ന് പറയുന്ന ഒരാളിനെ ചുമതലപ്പെടുത്തി. സോളമൻ രാജാവ് മരിച്ചു കഴിഞ്ഞ ഉടനെ അവരെല്ലാവരും കൂടി ഇയാളെ കല്ലെറിഞ്ഞു കൊന്നു. നോക്കണേ, എന്തുമാതിരി രൂക്ഷമായ അസംതൃപ്തിയായിരുന്നു ഈ ദേവാലയം പണികഴിപ്പിക്കുന്നതിന് സാധാരണ ജനങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കണം. പിന്നീട് ദേവാലയം അത് തന്നെയാണ് കാരണം രാജ്യം രണ്ടായിട്ട് പിളരാനിടയായി. രാജ്യം രണ്ടായിട്ട് പിളർന്നത് എങ്ങനെയാണ്? സോളമൻ രാജാവ് അവസാന ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ
ആ വിശ്വാസങ്ങളെ വ്യതിചലിച്ചു. നയതന്ത്ര ബന്ധത്തിൻ്റെ ഫലമാണെന്നും പറഞ്ഞുകൊണ്ട് കാണുന്ന രാജ്യങ്ങളിലൊക്കെ എല്ലാ വിഗ്രഹാരാധകരുടെ രാജാക്കന്മാരുടെ മക്കളെ പെൺമക്കളെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. വിഗ്രഹാരാധകരായ പെണ്ണുങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ സാവധാനത്തിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യഹോവയിൽ നിന്ന് മാറ്റി വിഗ്രഹത്തിലേക്ക് തിരിച്ചു. അങ്ങനെ വന്നു കഴിയുമ്പോൾ കടുത്ത അമർഷമുണ്ടായി. നമുക്കറിയാം സംഭവിക്കാൻ പോകുന്നത് എന്താണ്. അതിഭയങ്കരമായ രീതിയിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മരത്തിൻ്റെ ചുവട്ടിനും കുന്നിൻ്റെ മുകളിലൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പം കർത്താവ് പ്രവാചകനെ ശിക്ഷിച്ചു. എന്താ ചോദിച്ചാൽ, നിൻ്റെ അപ്പനെ ഓർത്ത്, നിൻ്റെ അപ്പൻ ദാവീദിനെ ഓർത്ത് നിന്നിലും ഞാൻ രാജ്യം തിരിച്ചെടുക്കുന്നില്ല, പക്ഷേ നിൻ്റെ പുത്രൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കും എന്ന് കട്ടിയായി ശാപം ഉണ്ടായി. ഏതായാലും സോളമൻ സമാധാനത്തിൽ തന്നെയൊക്കെയാണ് മരിച്ചത്. പക്ഷേ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിശ്വസ്തനായി പോയി. അത് എന്ത് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ പുത്രൻ റഹോബോവാം സ്ഥാനാരോഹണം ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം തൻ്റെ ആളുകളുടെ അടിമപ്പണിയും കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അതിഭയങ്കരമായ ശോചനീയ അവസ്ഥയെക്കുറിച്ച് അപ്പൻ്റെ കൗൺസിലേഴ്സ് പറഞ്ഞു, ഇതുപോലെ ഇനി നീ പീഡിപ്പിക്കരുത്, ഇത്രയേരം കഷ്ടപ്പെടുത്തരുത്, കൂലി കൊടുക്കാതെയാണ് പണിയിപ്പിച്ചത്, ഭയങ്കരമായ പീഡനമാണ് നടന്നത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവർക്ക് ദേവാലയം ഉണ്ടായല്ലോ, കൊട്ടാരം ഉണ്ടായല്ലോ, ഇനി അത് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ ഉപദേശം അദ്ദേഹം കേട്ടില്ല. അപ്പൻ ചാട്ടുവാറിനടിച്ചുകൊണ്ട് മുൾച്ചാട്ട് കൊണ്ട് അടിക്കാം, അപ്പൻ അതിഭയങ്കരമായ ടാക്സ് ചെയ്തുവെങ്കിൽ അതിൻ്റെ ഇരട്ടി ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കുകയും അത് സ്വീകരിക്കുന്ന വിജ്ഞാപനം പുറത്തിറക്കിയപ്പോൾ ഉടൻ തന്നെ 10 ഗോത്രങ്ങൾ ജെറോബോവാം എന്ന സർവ്വസേനാധിപൻ്റെ നേതൃത്വത്തിൽ ശക്തിയായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ദാവീദ് കുടുംബമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞായിട്ട് വിഭജിച്ച് പിളർന്നു പോയി മറ്റൊരു രാജ്യമായിട്ട് തീർന്നതാണ് വടക്കൻ ഇസ്രായേൽ. സമറിയ ആസ്ഥാനമാക്കി അവർ ഭരിക്കാൻ തുടങ്ങി. 19 രാജാക്കന്മാർ ലൈനിലൂടെ വന്നു. പോട്ടെ, അത് നമുക്ക് പിന്നീട് കാണേണ്ട ചരിത്രമാണ്. എന്തായാലും ശരി, അങ്ങനെയാണ് രാജ്യം വിഭജിക്കാനും രണ്ട് മുറിയാൻ ഇടയായത്. അതികഠിനമായി ഈജിപ്തിൽ അനുഭവപ്പെട്ട അടിമപ്പണിയെ വെല്ലുന്ന തരത്തിലുള്ള അടിമപ്പണി സ്വന്തം നാട്ടിൽ സ്വന്തം രാജാവിനെ ഏൽക്കേണ്ടതായിട്ട് വന്നു. അപ്പം അതുകൊണ്ടാണ് മനുഷ്യനാരായാലും ശരി ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്യും, അവസാനം ശിക്ഷയ്ക്ക് വിധേയരാകുക. അപ്പോൾ അതുകൊണ്ട് വിഭജനത്തിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ സാവധാനത്തിൽ ദേവാലയ നിർമ്മിതിയിലേക്ക് തിരിയുകയാണ്. ദേവാലയ നിർമ്മിതിക്കുള്ള വട്ടച്ചട്ടങ്ങളായി പറഞ്ഞതൊക്കെ ഒരുക്കങ്ങളായി പറഞ്ഞു വെച്ചതാണ്. ഒരുക്കം കഴിഞ്ഞ ഘട്ടങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ബാക്കി അങ്ങനെ പറഞ്ഞു പോകും. ഇത് പറയുമ്പോൾ ഓർക്കേണ്ട, ഇതെന്തിനാണ് ഇത് പറയുന്നത്, ദേവാലയം പണിയൊക്കെ ഇപ്പം പറയുന്നുണ്ട്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ രക്ഷാകചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇന്നും അത് നമുക്ക് അതിൻ്റെതായ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തമായി പോയാൽ, നമ്മൾ എന്ത് കെട്ടിപ്പൊക്കിയാലും അത് കർത്താവ് തകർക്കും. നാളെ കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയില്ല, നമ്മളെ പീഡനത്തിന് വിധേയമാക്കും, ഒന്നും ഇല്ലാണ്ടാക്കും. നമ്മുടെ സഭയെന്ന് പറഞ്ഞാൽ മഹത്വീകൃതമായ സഭയാണ്. നമുക്ക് ഇത്ര വലിയ സ്ഥാപനങ്ങളൊന്നും അഹങ്കരിക്കേണ്ടതില്ല. നമുക്ക് എന്തുമാത്രമുണ്ട്, മറ്റുള്ളവർ തന്നെ പറഞ്ഞ് പഠിക്കുന്ന എന്തു വലിയ സമ്പത്താണ് സഭയുടെ, എന്തുമാത്രം മെഡിക്കൽ കോളേജിൽ, എന്തുമാത്രം യൂണിവേഴ്സിറ്റിയിൽ, എന്തുമാത്രം കോളേജിൽ, എന്തുമാത്രം ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം കണ്ട് ഒരിക്കലും അഹങ്കരിക്കേണ്ടെന്നായി പറഞ്ഞു കർത്താവ് തകർത്തുകളയും. കാരണം നമ്മുടെ ആ ഹൃദയത്തിലുള്ള കർത്താവിലുള്ള പ്രഘോഷണമില്ല എങ്കിൽ, ഈശോയെ പ്രഘോഷിക്കാനുള്ള മാധ്യമമായിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, കർത്താവിന് കരുണ പ്രവഹിക്കുന്ന വഴിയായിട്ട് ഇതിനെയൊക്കെ പരിണമിപ്പിക്കുന്നില്ല എങ്കിൽ കഠിനമായ ശിക്ഷയുണ്ടാകും. അത് ചരിത്രത്തിൽ ആവർത്തിക്കും എന്ന് പഠിക്കുന്ന ആ പാഠം പഠിക്കാതെ നമ്മൾ ഈ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അല്ല, അത്ഭുതകരമായ രീതിയിലൊന്നും കർത്താവ് നമ്മളെ ചുമ്മാ വെറുതെ നമ്മൾ തോന്നിയാതും കാണിച്ച് രക്ഷിക്കുകയൊന്നുമില്ല. കർത്താവ് നമ്മളെ ശിക്ഷിക്കും. ആ ശിക്ഷിക്കുന്നത് ഉപേക്ഷിക്കാനല്ല, കർത്താവ് പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ശിക്ഷണമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ദേവാലയത്തിലെ ബന്ധവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ തനിമയും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കർത്താവ് ഞങ്ങൾ കനിയണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാൻ ഇടയായിട്ട് താങ്ക് യു വെരി മച്ച്. കർത്താവ് കൃപയും പിതാവാര്യത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നമ്മളെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.